guys, welcome back to Twin Stars. Twin Starsന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇന്ന് സാധാരണ ഒരു വീഡിയോ അല്ല, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് ഒരുപാട് ഞങ്ങളെ പോലെയുള്ള ചേച്ചിമാർക്ക് അമ്മമാർക്ക് അനിയത്തിമാർക്ക് ഇൻസ്പയർഡ് ആകുന്ന തരത്തിലുള്ള വീഡിയോ കൂടിയാണ്. ആർക്കാലും സാധിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, മടിച്ചു നിൽക്കാതെ കടന്നു വരും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനായാലും കീത്തായാലും അത്യാവശ്യത്തിന് ഒരുപാടൊന്നുമല്ല, അത്യാവശ്യത്തിന് ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വളർന്നു വന്നൊരു ജീവിത സാഹചര്യമൊക്കെ ഒരു ഡാൻസ് എന്താ പറയാ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമയത്തിനുപരി അതിനുപരി അതിനുള്ള പണം ഉണ്ടായില്ല. അതാണ് മെയിൻ. അതൊക്കെ വലിയ ആൾക്കാർക്ക് സാധിക്കുന്ന ഒരു സംഭവം. അതായത് നമ്മളിപ്പോ ഞാനിവിടെ കയറി ഞങ്ങൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മള് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നവരെ നമ്മളിങ്ങനെ ഏതോ ഒരു വലിയ ആൾക്കാരാണ്. ഡാൻസ് മാത്രല്ല, നമ്മളെ എക്സ്ട്രാ കഴിവുകൾ പഠിക്കാൻ പോണ പിള്ളേരൊക്കെ നമ്മൾക്ക് ആ ഒരു മെന്റാലിറ്റിയാണ് അവർക്ക്. അതിപ്പോ ഈ പ്രായത്തില് ഡാൻസ് വന്നിട്ട് അറിഞ്ഞിട്ടും കളിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇതേ മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് അവർ ഭയങ്കര. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് കാലുമ്മല് ഡാൻസേഴ്സ് മൈലാഞ്ചി ഇടും. അത് ഇങ്ങനെ ഇറക്കും. അപ്പൊ എല്ലാരും ചിന്തിക്കൂലേ ഞാൻ കളിക്കാണെന്ന്. നല്ലൊരു എനിക്ക് ഓർമ്മ ഒപ്പനക്ക് കാലുമങ്ങനെ ഇട്ടിട്ട് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലില് ഞാൻ അങ്ങനെ നടന്നിട്ട് നിസീൻ അറിയോ നിനക്ക്? നിസീനോട് ചോദിച്ചാൽ നീ കളിക്കുന്നുണ്ടോ ഭരതനാട്യം? അപ്പൊ ഇല്ല അങ്ങനെയൊക്കെ പറ. അത് സാധിക്കാത്ത പോയ കാര്യം. പിന്നെ നമുക്ക് സാധിക്കാൻ പറ്റാവുന്ന ഒരു സമയമായി തോന്നി. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴായാലും ഒരുപാട് സമയം കൂടുതലായിട്ടില്ല, പക്ഷെ അതിന്റെ ആഗ്രഹം. പിന്നെ ഇപ്പൊ തണ്ടലൊക്കെ ഇപ്പോൾ ഏകദേശം ഇനി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സാധിച്ചില്ലെങ്കിലോ എന്നുള്ളൊരിതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതിലുപരി ഇപ്പം ഞങ്ങളുടെ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ 4 പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് വരുന്നത് സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. അപ്പോൾ ഈ 4 കുട്ടികളെയും വെച്ചിട്ട് ഡാൻസ് പഠിക്കാൻ പോവാന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ളൊരു ഏർപ്പാടല്ലെങ്കിൽ പോലും അത് പോസിബിൾ ആക്കുന്നതിലാണ് ഞങ്ങളുടെ കണ്ടില്ലേ ഇതുപോലുള്ള പിള്ളേര്. എന്നിട്ട് അതിലാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹമുണ്ട്, സഫലീകരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസ് ടീച്ചർ പാറുവിനെ പഠിപ്പിക്കുന്ന ടീച്ചർ രജനി എന്നാണ് പേര് ടീച്ചറുടെ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് ടീച്ചർ ക്ലാസ് ഉണ്ട്, പിന്നെ കൊടുങ്ങല്ലൂർ ക്ലാസ് ഉണ്ട്, പിന്നെ വേറെ സ്ഥലത്തൊക്കെ ക്ലാസ് ഉണ്ട് ടീച്ചർക്ക്. അപ്പോൾ ആ ടീച്ചർ തന്നെയായാലും നമ്മളോട് കുറേ പറഞ്ഞു, നിങ്ങൾ ഇപ്രാവശ്യം ബാച്ച് അമ്മമാർക്കുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ പോരേ, പിന്നെ അല്ലാണ്ട് എപ്പോഴാണ് അങ്ങനെ കുറേ അങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താവുന്നൊന്നും നമുക്കറിയില്ല, നമ്മളെ കൊണ്ടാവുന്ന പോലെ ട്രൈ ചെയ്യും. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ വിദ്യാരംഭത്തിന് പോയിട്ടാണ് നമ്മള് ഇത് തുടക്കം കുറിച്ചത്. അന്ന് നല്ലൊരു ദിവസം നോക്കി തന്നെ തുടക്കം കുറിക്കാനും പറ്റി. അതെ, അത് നല്ലൊരു അനുഭൂതിയായിരുന്നു. അതായത് ഞങ്ങളെ കൊണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടും. കാരണം നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ഫാമിലി ഉണ്ടല്ലോ. പിന്നെ ഞാൻ എവിടെ വീക്കാവുന്നു അവിടെ എന്നോട് കീത്തു ക്ഷീണം നമ്മളിതിന് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. അത് പിന്നെ കുറെ സംസാരിച്ചു, പിള്ളേരെ കാര്യങ്ങൾ കൊണ്ടും പാറുന്റെ കാര്യങ്ങൾ കൊണ്ടും അത് ഡ്രോപ്പ് ചെയ്ത സംഭവം. പിന്നെ ഇത് വീണ്ടും പെട്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോ ഞാൻ ഓക്കെ പറഞ്ഞു. നമ്മൾ ഓക്കെയാണ്, നമുക്കത് വലിയൊരു സംഭവമല്ലേ. എന്റെ മനസ്സിൽ ഇപ്പൊ ഡാൻസ് പടി ഒന്നുമില്ല, ഗുരുവായൂർ അമ്പലനടയിൽ അരങ്ങേറുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോൾ പറയും അതൊന്നും അത്ര നിർബന്ധമല്ലേ, ഇരിക്കുന്നതിന് മുന്നേ കാല് അത് ശരിയാണ്. പക്ഷെ അത് ഒരുപാട് പേര് നമ്മളെ ഗുരുവായൂർ അരങ്ങേറ്റത്തിനൊക്കെ ക്ഷണിക്കാറുണ്ട്, നമ്മൾ പോയി കണ്ടിട്ടുമുണ്ട്. അപ്പൊ നമുക്കൊരു ആഗ്രഹമല്ല ഇതേപോലെ എന്ന് നമുക്ക് ഇനി പറ്റുമോ, നമ്മള് വലിയ ആൾക്കാരായില്ലേ. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ തുടക്കം കുറിച്ചതിന്റെ വീഡിയോ ഒക്കെയാണ്. അപ്പൊ വീഡിയോ ഓക്കെ ഗൈസ്. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമോ. വേറെ കോട്ടൻ തുള്ളലാരെ കാണിച്ചറിഞ്ഞതേ, ഇതാണ് ഞങ്ങളെ വീട്ടിലെ പ്രമുഖ തുള്ളൽക്കാര്. ഓട്ടൻ തുള്ളലാണ് മെയിൻ. കുച്ചിപ്പിടി, ഓട്ടൻ തുള്ളലിന്റെ വകഭേദമായ കുച്ചിപ്പിടിയിലേക്ക് ഇങ്ങോട്ട് കടക്കും. അപ്പൊ നമ്മള്
എന്താണ് സീരിയസ്ലി നമ്മളിപ്പോ എന്താണ് എങ്ങനെയാവുന്നൊന്നും അറിയില്ല. പക്ഷെ വർഷങ്ങളായുള്ള അടക്കി പിടിച്ച ഒരു ആഗ്രഹം സഫലീകരിക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് പോവാണ്. അപ്പൊ ആദ്യം തന്നെ അച്ഛന്റെയും അമ്മയുടെയും പാതാരവിന്ദങ്ങൾ തൊട്ടു തൊഴുത് അവരുടെ അനുഗ്രഹം കിട്ടിട്ട് എന്നിട്ട് നമുക്ക് ടീച്ചറുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഹാപ്പിയാണ്. ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ അപ്പൊ ഗൈസ് ഓക്കെ, ഞാൻ അതും ചെയ്യാം. അമ്മേ, അച്ഛ, എൻ്റെ അരങ്ങേറ്റം വേഗം ഉണ്ടാകുവാൻ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വേണം. എല്ലാരും എന്റെ മോളെ സഫലീകരിച്ചു തരും. നമ്മളിത് വെറ്റില എടുത്തിട്ടുണ്ട്. പാറുമോളെ ഇന്നെന്താണ് പ്രത്യേകത? പാറുട്ടൻ പിന്നെ അവിടുത്തെ മെയിൻ എന്താണ്, അവിടുത്തെ വിദ്യാർത്ഥിനി ആയതുകൊണ്ട് അവൾക്ക് വലിയ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളാണ് ന്യൂ സ്റ്റുഡൻസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറുടെ ഒരു പ്രചോദനം അത് പറയാണ്ടിരിക്കാൻ വയ്യാട്ടാ. ടീച്ചർ കൊറേ വെറ്റില എടുത്തിട്ടുണ്ട്. വെറ്റില 3 മതി. 3 പാറുവിനും വേണം. പറഞ്ഞ പോലെ നമ്മളുടെ ടീച്ചർ ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. ചേരെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു പ്രചോദനം കൂടിയാണ് നമ്മൾ ഇപ്പോൾ അതേ സഫലീകരിക്കാൻ പോണത്. ഇമോഷണലി എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. കവർ പിടിച്ചേക്കുന്നു. ബാക്ക് കാണിച്ചു കൊടുത്തില്ലേ അമ്മക്ക്? കണ്ടില്ലേ അമ്മ? അപ്പൊ ഞങ്ങളുടെ കല്ലാത്തില്ലേ ഞങ്ങളായിട്ട് വരാട്ടോ. ഞാൻ കാരണം അമ്മ ഇൻസ്പിറേഷൻ. ഞാൻ ഡയലോഗ് ഒന്നുകൂടി പറയും. ഓക്കെ അമ്മേ. ഞങ്ങളിപ്പോൾ ചെന്ന സമയത്ത് ടീച്ചർ ഇവിടെ ഇതൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളും അവരുടെ പാരൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയായിരിക്കും, കഴിഞ്ഞ വർഷം ഇതുപോലെ നവരാത്രിയുടെ അന്ന് നമ്മൾ ഇവിടെ വന്ന് ഞാനും കൂടെ വന്നിട്ടൊക്കെയാണ് ഇപ്പോൾ ടീച്ചർക്ക് ദക്ഷിണ കൊടുത്ത് ചിലങ്കൊക്കെ വെച്ച് ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് ചെറിയൊരു പൂജ അതുപോലെ അനുഗ്രഹിച്ചിട്ടൊക്കെ വിടും. അതായത് നമ്മൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല എല്ലാ കായിക മേഖലയിലും കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പൂജവെപ്പും കാര്യങ്ങളിലൂടെ. അപ്പോൾ അതേ പുതിയ കുട്ടികൾക്ക് വന്ന പേര് എഴുതി കൊടുക്കുക. അപ്പോൾ കീത്തുവിൻ്റെ പേര് എഴുതി എൻ്റെ പേരും ഞങ്ങൾ എഴുതിയിട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ വിളക്ക് കൊളുത്തി കുറച്ച് പാരൻസിനെയും കൊണ്ട് വിളക്ക് കൊളുത്തിപ്പിച്ചിട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ടീച്ചറുടെ പേര് രജനി എന്നാണ് ടീച്ചറുടെ പേര്. 3 ബ്രാഞ്ചാണ് ടീച്ചർക്കുള്ളത് കേട്ടോ. അതിലൊരു ബ്രാഞ്ച് നമ്മുടെയാണ്. ശിവനായൻ എന്നാണ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് വരുന്നത്. പാറുക്കുട്ടി വന്നതിൽ അപേക്ഷിച്ച് ഒരുപാട് മക്കൾ ഇപ്പോൾ കൂടുതലായി. 3 പാരൻസാണ് ഇപ്പോൾ ഉള്ളത്. അതല്ലാണ്ട് വേറെ ബ്രാഞ്ചുകളിൽ വേറെ പാരൻസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ പഠിക്കുക. നമ്മളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളൂ. ഇങ്ങനെ തുടക്കം കുറിക്കാൻ തന്നെ സാധിച്ചതിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നു. ഇത് അവിടെ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടും ഈശ്വര ഇത് ഞങ്ങളാണോ, ഞങ്ങളിവിടെ ഡാൻസ് പഠിക്കാൻ വന്ന് നിൽക്കുകയാണ്, അങ്ങനെയൊക്കെയാട്ടോ ഫീൽ ചെയ്തത്. ഇവിടെ നിൽക്കുന്ന ഈ എല്ലാ മക്കളും തന്നെ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയുന്ന മക്കളാണ്.
പാടില്ല. ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കണം. വെച്ചാ വെച്ചാ ചേർത്ത് വെച്ചാ ഉറക്കെ പറയാം നമ്മുടെ സമം. ഓക്കെ, ഈ കാല് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് രണ്ടൊക്കെ പഠിക്കണം കേട്ടോ നമുക്ക്. ശരിക്കും അത്ര വലിയ ഉടുപ്പൊന്നിട്ട് വരരുത്. വലിയ പാട ഉണ്ടാവും, കുഞ്ഞു പാട.
ഞങ്ങൾക്കപ്പോൾ മുദ്രകളൊക്കെ ആദ്യം ടീച്ചർ പഠിപ്പിച്ചു തന്നു. അതൊന്നും മനസ്സിലായില്ല. പിന്നെ നമുക്ക് താനെ മനസ്സിലാവുമല്ലോ. പിന്നെ കുറേ വാമപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ജിമ്മിൽ പോയപ്പോൾ എനിക്ക് ജിമ്മിലുള്ള ഒരു 90% ഇവിടെയും സെയിം ആണ് വാമപ്പായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നു. അറിയണമല്ലോ അവിടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഓക്കെ ആയിരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ പഠിച്ചതെന്താണ്, നമ്മൾ നമസ്കാരം പഠിച്ചു. നമസ്കാരം തന്നെയല്ലേ ഈശ്വര പറയാ, അത് നമ്മൾ പഠിച്ചു. പക്ഷെ ഞാൻ ഈ ഒരു പാൻറ് ഇട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ടൈറ്റ് ആയിരുന്നു പാൻറ്. അപ്പോൾ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാൻറ് വരണം. ഞങ്ങൾക്ക് യൂണിഫോം സാരിയാണ് വരുന്നത്. കുറച്ച് വലിയ കുട്ടികൾക്ക് സാരിയാണ് വരുന്നത് കേട്ടോ. എനിക്ക് ഇവരുടെ യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ ബ്രാഞ്ചുകൾ വരുന്നത് ഒന്ന് പറവൂരുണ്ട്, ഞങ്ങളെ വീടിൻ്റെ അവിടെയുണ്ട്, സ്മാബി കോളേജിൻ്റെ അവിടെയുണ്ട്. പിന്നെ എനിക്ക് പൊയ്യ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അറിയത്തില്ല കേട്ടോ. 3 ഇതാണ് നമ്മുടെ ടീച്ചർ കേട്ടോ. അപ്പോൾ കീത്തുന് കൈ മടങ്ങാത്തതിൻ്റെ ഒരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇത് ഡാൻസ് കളിക്കാനൊക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെയും കൊണ്ട് വരണം. അതിനും നമ്മൾ കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണ് ഡാൻസിൻ്റെ സമയം വരുന്നത്. ഞങ്ങൾ നേരെ ചേച്ചിയുടെ കടയിൽ പോയിട്ട് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി, ഫസ്റ്റ് ഡേ അല്ലേ, എനിക്ക് ജിമ്മിൽ പോയപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ നാരകവെള്ളം കുടിച്ചായിരുന്നു. അതുപോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ചേച്ചിനോട് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, സിപ്പപ്പ്, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ചോദിക്കുമായിരുന്നു ഡാൻസ് കളിക്കാൻ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ചേച്ചിയുടെ കടയിൽ ഒരു ഷെയ്ക്ക് കുടിക്കാൻ വരികയാണ്. പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളിങ്ങനെ ക്ഷീണം മാറ്റാൻ ഷെയ്ക്ക് കുടിക്കാൻ വരും. ചേച്ചിക്ക് വീഡിയോ കാണണ്ടേ? കാണിച്ചു കേട്ടോ. നൈസായിരുന്നു, ഭയങ്കര സന്തോഷം. എന്താ പറയാ, നൂറ്റാണ്ടുകളോട് കൂടിയിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത്ര ഡിസ്കസ് ചെയ്യുന്ന സംഭവമായിരുന്നു. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തതായിരുന്നു. കാരണം വേണ്ട, പിള്ളേര് പാറു, എനിക്ക് കട്ടിലായിട്ട് മതി വെച്ചേ, പാറു പരിപാടിയുടെ കൂടെ മാനേജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം നമുക്ക് പോലെ. ഞാൻ മെയിനായിട്ട് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ജു വരുന്നുണ്ടോ, നമുക്ക് അമ്മമാർക്ക് പുതിയ ക്ലാസ്. അപ്പോൾ ടീച്ചറോട് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ കാരണം, ഒരു 5-6 മാസം മുമ്പ് നമ്മൾ ചേരാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പാറുവിൻ്റെ അരങ്ങേറ്റം ഇപ്പം അടുത്തുണ്ടാവും. അപ്പം നമ്മൾ കളിക്കുകയാണെങ്കിൽ അരങ്ങേറ്റം നമ്മുടെ കൂടെ ഒരുമിച്ച് ആവുകയാണെങ്കിൽ തന്നെ എനിക്ക് പാറുവിൻ്റെ കാര്യം ചെയ്യാൻ പറ്റില്ല. അരങ്ങേറുമ്പോൾ എനിക്ക് പാറുവിൻ്റെ കൂടെ ഒരു വ്യൂവറായിട്ട് നിൽക്കാൻ പറ്റില്ല. ആ റീസണാണ് പറഞ്ഞത്. അപ്പം എന്നോട് ടീച്ചർ പറഞ്ഞു, അത് ഈ പറഞ്ഞ പോലെ കല്യാണം, വിദ്യാഭ്യാസം, ഇതൊക്കെ ഒരു യോഗമാണ്. അതേപോലെ അരങ്ങേറ്റവും ഒരു യോഗ. അത് ആവേണ്ടി എപ്പോൾ ആവുന്നുള്ളത് ദൈവം തീരുമാനിക്കും. ഇത് അമ്മയും മക്കളും ഒരുമിച്ച് വേണോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഒരു നിയോഗമാണ്. അപ്പം പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാനോട് ചേർന്നു, സാറിനെന്ത് പറയണോ? അയ്യോ, 2 മതി. നിയോഗമാണ്. അപ്പം വിളിച്ചോണ്ടി നമുക്ക് ചേരാം. ഇതിന് കുറെ എന്താ പറയാ, അന്ന് ശരിക്കും തീരുമാനിച്ചായിരുന്നു. പിന്നെ മറ്റന്നാൾ ഡ്രോപ്പ് ചെയ്ത് അന്ന് ശരിക്കും ഇഷ്ടമായിട്ടാണ്. പിന്നെ സമയം മറന്നു. പിന്നെ ചെന്ന് കണ്ടപ്പോ നമ്മളിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളൂ. ഇതെങ്ങനെ കണ്ടിന്യൂ ആയി പോവും, ഇതെങ്ങനെ പോവും, എത്രത്തോളം പോവും അല്ല എന്നൊന്നും എനിക്കറിയില്ല. പറ്റാവുന്നിടത്തോളം ഓടിക്കാനാണ് ആഗ്രഹം. സ്വപ്നം തുലുവായ അമ്പലം നടയിലാണ്. ഭയങ്കര ആഗ്രഹമാണ്. അപ്പം എന്താ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഇറങ്ങാറാം. അയ്യോ, ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളൂ ഒന്നും പറയണില്ല. അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് വരട്ടെ. അപ്പൊ നെക്സ്റ്റ് ഡാൻസ് ക്ലാസ് വ്ലോഗൊക്കെ ആയിട്ട് വരാം അല്ലേ? അതുവരെയും പിന്നെ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള അമ്മമാരൊക്കെ ഞങ്ങളെ പഠിക്കാൻ, ഞങ്ങളെ പോലെ ഒരുപാട് നാളിങ്ങനെ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല. അതെ, പഠിക്കാൻ നോക്കാം. ഒരു ജീവിതമല്ലുള്ളൂ, പൊളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് വീഡിയോ വന്നിരിക്കും. ഞങ്ങളുടെ സീനിയർ ആണ് ഇരിക്കുന്നത്. മാഡം നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ മാഡം. അപ്പോൾ ഗൈസ്, ഇങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്.
എന്താ പറയുക, ഇതെന്താ എങ്ങനെയാവുന്നൊന്നും അറിയില്ല, പക്ഷെ മാക്സിമം കംപ്ലീറ്റ് ആക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇപ്പം എൻ്റേത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുമോളുടെ എനിക്ക് സാധിക്കാതെ പോയ സാധനം പാറുമോളിലൂടെ ഞാൻ സാധിപ്പിച്ചെടുക്കുക, അങ്ങനൊരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചു വൈ നോട്ട്, നമുക്കൊരു ജീവിതമല്ലുള്ളൂ, നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. പിന്നെ നമുക്ക് സ്റ്റേജുകൾ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് സ്റ്റേജുകൾ, നമുക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ വരും. നമുക്ക് സ്കൂൾ ലെവലിൽ കോമ്പറ്റീഷൻ ഐറ്റംസിനൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കിയല്ലാതെ അതുകൂടാതെ ഒരുപാട് അവസരങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചൂടെ, ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനി തുടരെ ക്ലാസ്സുകൾ തുടരുന്നുള്ളൂ. ഫസ്റ്റത്തെ ദിവസം തന്നെ സൂപ്പറായിരുന്നു. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ജിമ്മിന് പോയി കുറച്ച് പഴമായിട്ടിരിക്കുകയാണല്ലോ ശരീരം, അതുകൊണ്ട് കൂടുതൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു വേദന എനിക്ക് വന്നില്ല. ഇനി വരും ദിവസങ്ങളിലൊക്കെ വരുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹവും വേണം, എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റ ബൈ, സീ യു.